നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജർമ്മനിയിൽ പഠിക്കാനായാലും ജോലിക്കായാലും പോകണമെങ്കിൽ ജർമ്മൻ ഭാഷ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ഇനി ഇംഗ്ലീഷ് ഭാഷ മാത്രം വെച്ചിട്ട് ജർമ്മനിയിൽ പോയൊരു ജോലി കണ്ടുപിടിക്കാൻ സാധിക്കുമോ? സാധിക്കും. എങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫ്ലോറൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജർമ്മനിയിലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബുകൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും അത് നടക്കാത്തൊരു കാര്യമൊന്നുമല്ല. ജർമ്മനിയിലെ ജോലികളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത് ഓരോ വെബ്സൈറ്റുകളിലാണ്. ഈ വെബ്സൈറ്റുകളിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വേക്കൻസികൾ കാണാൻ സാധിക്കുന്നതാണ്. ചില ജോലികൾ, അതായത് HR, മാർക്കറ്റിംഗ് മാനേജർ, സെയിൽസ്, അങ്ങനെ സൊസൈറ്റി ആയിട്ട് കൂടുതൽ ഇൻട്രാക്ട് വരുന്ന ജോലികളിൽ അവർ ജർമ്മൻ ഭാഷ ഫ്ലുവൻ്റ് ആയിട്ട് എഴുതാനും വായിക്കാനും അറിയണമെന്ന് നിർബന്ധമായിട്ട് പറയാറുണ്ട്. പക്ഷേ ചില ജോലികളിൽ അവർ സ്കിൽസ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ സെലക്ട് ചെയ്യുന്നതാണ്. ആദ്യത്തേത് വരുന്നതാണ് IT ഫീൽഡ്. IT ഫീൽഡിൽ ഒരു 3-4 വർഷത്തെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി സ്കിൽസും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർ ജർമ്മൻ ഭാഷ ഒരു റിക്വയർമെൻ്റ് ആയിട്ട് വെക്കാറില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്കിൽസ് ഉള്ള ഒരാളാണ് ണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് ജോലി കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ജർമ്മനിയിലുള്ള ആളുകൾക്ക് ജോബ് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ജോബ് പോർട്ടലാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു എംപ്ലോയ്മെന്റ് ഏജൻസിയാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ അവരുടെ റിക്വയർമെന്റ്സ് എങ്ങനെയാണ്, അവരുടെ സാലറി എത്രയാണ് അവർ പറയുന്നത്, അതെല്ലാം നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നിന്ന് കണ്ടുപിടിക്കാവുന്ന വെബ്സൈറ്റുകളാണ് ലിങ്ക്ഡിൻ, സിങ്. ഈ 2 വെബ്സൈറ്റുകൾ നമ്മൾ അത്യാവശ്യം കേട്ടിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ലിങ്ക്ഡിനിലായാലും സിങ്ങിലായാലും നമ്മൾ അത്യാവശ്യം നല്ലൊരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഫഷണൽ പ്രൊഫൈൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എങ്കിലാണ് നമ്മുടെ എംപ്ലോയർക്ക് നമുക്ക് ഫസ്റ്റ് ചോയ്സിൽ അവർ നമ്മുടെ പ്രൊഫൈലിന് ഒരു പ്രിഫറൻസ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താലേ സാധിക്കുള്ളൂ. അടുത്ത വെബ്സൈറ്റ് ആണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു വെബ്സൈറ്റ്, ഇംഗ്ലീഷ് ജോബ്സ് ഇൻ ജർമ്മനി. ഈ വെബ്സൈറ്റിൽ അവരുടെ റിക്വയർമെൻറ്റ്സ്, അതുപോലെ തന്നെ സാലറി, അതുപോലെ നിങ്ങളുടെ ജോബ് ഏത് ടൈപ്പ് ആയിരിക്കും, അതെല്ലാം അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് പർട്ടിക്കുലർ ഏരിയയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഏരിയ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ജോബ് സെർച്ച് ചെയ്യാൻ സാധിക്കും. മറ്റു വെബ്സൈറ്റുകളാണ് ആർബിറ്റിനോ, ജോബ് മെഷ്, യൂറോപ്പ് ലാംഗ്വേജ് ജോബ്സ്. ഈ ഒരു വെബ്സൈറ്റുകളിലും നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാണ്ട് തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഡെവലപ്പേഴ്സിന് ഉപയോഗിക്കാവുന്ന ഒരു വെബ്സൈറ്റാണ് ഹണിപോട്ട്. കൂടാതെ ഇവിടെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട്. നിങ്ങൾ സ്റ്റാർട്ടപ്പാണ് നോക്കുന്നതെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന വെബ്സൈറ്റുകളാണ് ജർമ്മൻ സ്റ്റാർട്ടപ്പ് ജോബ്, ബെർലിൻ സ്റ്റാർട്ടപ്പ് ജോബ്, മ്യൂണിക് സ്റ്റാർട്ടപ്പ് ജോബ്, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ലിസ്റ്റ്. സ്റ്റാർട്ടപ്പുകൾ എടുക്കുമ്പോൾ അവർ കൂടുതലായിട്ട് നോക്കുന്നത് അവരുടെ ഇൻ്റർനാഷണൽ ടീമായിട്ട് നിങ്ങൾക്ക് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കാനുള്ളൊരു കഴിവുണ്ടോ, അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി സ്കിൽസ് ഉണ്ടോ. അവർ ജർമ്മൻ ലാംഗ്വേജിന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് ഉള്ളവരെയും അത്യാവശ്യം ഹൈ ക്വാളിറ്റി സ്കിൽസ് ഉള്ളവരെ അവർ സെലക്ട് ചെയ്യാറുണ്ട്. ബെർലിനിൽ ഒരുപാട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഡിജിറ്റൽ ക്യാപിറ്റൽ ഓഫ് ജർമ്മനി എന്നറിയപ്പെടുന്ന മ്യൂണിക് സിറ്റിയാണ്. ഈ ഒരു സിറ്റിയിലാണ് ഗൂഗിൾ, ആപ്പിൾ, ആമസോൺ എന്നിവയുടെയെല്ലാം ഓഫീസുള്ളത്. അതുപോലെ തന്നെ ഇവിടെ IT കമ്പനീസും ഇലക്ട്രോണിക് ഓട്ടോമൊബൈൽ കമ്പനീസും ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സിനും ഒരുപാട് വേക്കൻസികൾ ഈ ഒരു സിറ്റിയിലുണ്ട്. ഇതിലെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആയ ഫ്രാങ്ക്ഫർട്ട്. ഈ ഒരു സിറ്റിയിൽ ഒരുപാട് ബാങ്കുകളും യൂറോപ്യൻ സെൻട്രൽ ബാങ്കുകളും ഉള്ളത് കൊണ്ട് തന്നെ ബാങ്കിങ് സെക്ടറിൽ ജോബ് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഏരിയയിൽ ജോബ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് ക്രൂയിസ് ക്യാപിറ്റൽ ഓഫ് ജർമ്മനി എന്നറിയപ്പെടുന്ന ഹാംബർഗ്. ഈ ഒരു സിറ്റിയിൽ ഒരുപാട് ലോജിസ്റ്റിക് കമ്പനികളും ക്രൂയിസ് ഷിപ്പുകളും ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഒരുപാട് വേക്കൻസികളും ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ സിറ്റികളെല്ലാം ജർമ്മനിയിലെ ഏറ്റവും വലിയ സിറ്റികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സും ഒരുപാടുണ്ട്. പക്ഷെ നിങ്ങൾ ജർമ്മനിയിൽ ഒരു സ്ഥിരതാമസത്തിനായിട്ടാണ് വരുന്നതെങ്കിൽ എന്തായാലും ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. കാരണം ഇവിടെ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് അറിയാതെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ജോബ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ CV-യുടെ കൂടെ നിർബന്ധമായിട്ടും കവറിംഗ് ലെറ്റർ വെക്കണം. കവറിംഗ് ലെറ്ററും CV-യും ജർമ്മൻ സ്റ്റാൻഡേർഡിനനുസരിച്ച് ചെയ്യണം. ഇതിൽ ജോലി ചെയ്ത് തുടങ്ങി ആദ്യത്തെ 6 മാസം നിങ്ങളൊരു പ്രൊബേഷൻ പീരീഡിലായിരിക്കും. ഈ ഒരു സമയത്ത് എംപ്ലോയേഴ്സ് നിങ്ങളുടെ ജോബിനെ പറ്റിയിട്ടും നിങ്ങളെ പറ്റിയിട്ടും കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.